നമ്മുടെയൊക്കെ വീടുകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ചില സ്ത്രീകളുണ്ട്. കുടുംബത്തിനും ഭർത്താവിനും മക്കൾക്കും വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് കഴിയുന്നവർ. മലപ്പുറം തിരൂർ പടിഞ്ഞാറക്കരയിലെ ഫൗസിയയും ഇങ്ങനെയുള്ളൊരു സാധുവായ സ്ത്രീയായിരുന്നു. കടുത്ത മദ്യപാനിയായ ഭർത്താവിൻ്റെ ക്രൂരതകളെല്ലാം സഹിച്ച് ജീവിച്ച ഒരു സാധാരണ വീട്ടമ്മ. ഫൗസിയയെ ഭർത്താവ് ഹുസൈൻ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച കേസ് നാട്ടുകാരിൽ ഇപ്പോഴും വല്ലാത്തൊരു നടുക്കമാണ്. കാരണം അയൽക്കാർക്കെല്ലാം അവളേറെ പ്രിയപ്പെട്ടവളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതി ഹുസൈനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരെല്ലാം പൊട്ടിത്തെറിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിക്കെതിരെ ആക്രോശത്തോടെ പാഞ്ഞെടുത്തു. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരിൽ നിന്ന് ഹുസൈനെ രക്ഷപ്പെടുത്താൻ പോലീസിനേറെ പണിപ്പെടേണ്ടി വന്നു. തിരൂർ പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ ഭാര്യയെ കൊന്ന് ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളിയ സംഭവത്തിൽ പ്രതിയായ ഹുസൈനെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രോഷാകുലരായ ജനക്കൂട്ടം ഹുസൈന് നേരെ ആക്രോശത്തോടെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കാൻ തുനിയുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കമാണ് പ്രതിക്ക് നേരെ രോഷാകുലരായത്. കൊല നടത്തിയ കടപ്പുറത്തും പിന്നീട് മൃതദേഹം ചാക്കിൽ കെട്ടിത്തള്ളിയ പുഴക്കരയിലും ഹുസൈന്റെ വീട്ടിലും തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ചു. വീട്ടിൽ നിന്ന് തെളിവെടുപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നേരമാണ് സ്ത്രീകൾ അടക്കമുള്ളവർ ഹുസൈനെ ആക്രമിക്കാനായി അടുത്തത്. പോലീസുകാർ ഏറെ പണിപ്പെട്ടാണ് ഹുസൈനെ തിരികെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത്. ജനരോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. 50ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നത്. തിരൂർ CI ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഹുസൈനുമായി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഫൗസിയയെ ഭർത്താവിനോടൊപ്പം വീട്ടിൽ നിന്ന് കാണാതായത്. ചാകര വന്നെന്നും വലയിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്നും ഹുസൈൻ ഫൗസിയയും വിളിച്ച് പുറത്തുപോകുകയായിരുന്നു. രാത്രിയായിട്ടും തിരിച്ചെത്താതായതോടെ മക്കൾ പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെ വെള്ളിയാഴ്ച ഉച്ചയോടെ പടിഞ്ഞാറക്കര ജെട്ടി ലൈനിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കണ്ണൂരിൽ നിന്ന് ബസ്സിൽ വരികയായിരുന്ന ഹുസൈനെ പോലീസ് ജീപ്പ് ബസ്സിന് കുറുകെയിട്ട് പിടികൂടുകയായിരുന്നു. സ്ഥിരം മദ്യപാനിയായ ഹുസൈൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.